ഭർത്താവിന് ലഹരി നൽകി ശ്വാസം മുട്ടിച്ചു കൊന്നു. യുവതിയും കാമുകനും കാമുകന്റെ സുഹൃത്തും അറസ്റ്റിൽ. സൗത്ത് ഡൽഹിയിലെ സംഗം വിഹാറിൽ നടന്ന സംഭവമാണ്. ലഹരി മരുന്ന് നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന കേസിലാണ് ഭാര്യയും അവളുടെ കാമുകന്റെ സുഹൃത്തും അറസ്റ്റിലായത്. മുന്നാലാൽ എന്ന 55 വയസ്സുകാരനാണ് കൊല്ലപ്പെടുന്നത്. ഈ കേസിൽ അയാളുടെ ഭാര്യ നാസിയ, അവൾക്ക് 45 വയസ്സാണ് പ്രായം. അവളുടെ കാമുകൻ ചമൻ 20 വയസ്സുകാരനാണ്. ഈ ചമന്റെ സുഹൃത്ത് 28 വയസ്സുള്ള കിഷൻ. ഈ 3 പേരാണ് പിടിയിലായത്. ഓഗസ്റ്റ് 10-ാം തീയതി പുലർച്ചെ ഈ സംഗം വിഹാറിലെ രതിയ മാർഗ് പ്രദേശം, അവിടെ ഈ മുന്നാലാലിനെ പരിക്കുകളോടുകൂടി റോഡരികിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രോപ്പർട്ടി ഡീലറാണ് മുന്ന. കൊലപാതകം അത് കവർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ ഈ പ്രതികൾ നടത്തിയിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവന്നു. ഈ മുന്നാലാലിനെ കൊലപ്പെടുത്താൻ സഹായിച്ചാൽ 5 ലക്ഷം രൂപ നൽകാമെന്നാണ് നാസിയ അവളുടെ കാമുകനായ ആ 20 വയസ്സുകാരൻ ചമനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ ലഹരി കലർത്തിയ ഒരു പാനീയം നൽകി മുന്നാലാലിന്. മുന്നാലാൽ അത് കഴിച്ചു അബോധാവസ്ഥയിലായി. പിന്നീട് ഷോക്കടിപ്പിച്ചും ശ്വാസം മുട്ടിച്ചും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ സംഭവത്തിന് ശേഷം നാസിയ 20,000 രൂപ ആദ്യ ഗഡു എന്നുള്ള മട്ടിൽ, അത് 5 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്, ചമന് നൽകി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യം ഇതൊരു കവർച്ചാ ശ്രമമാണെന്ന് നാസിയ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പക്ഷെ പിന്നീടാണ് ഈ CCTV ദൃശ്യങ്ങളും മറ്റു തെളിവുകളും ഈ ചോദ്യം ചെയ്യലുണ്ടായ മൊഴികളിലെ പൊരുത്തക്കേടുമെല്ലാം പോലീസിന് ഈ കുറ്റം സമ്മതിപ്പിക്കേണ്ട അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാനുള്ള വഴികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അങ്ങനെ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഭാര്യയുടെ കഥ കൂടി പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഭർത്താവ് ഭാര്യയെയും പിതാവിനെയും കൊന്നു. അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിച്ച് യുവാവ് ഒളിവിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.